ലൈവിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് ജാസ്മിനും ഗബ്രിയും ശരണ്യയുമായിട്ടാണ്. അല്പസമയം മുന്നേ ചാർജിംഗ് ടാസ്ക് എല്ലാം ആരംഭിച്ചു. ടാസ്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ 13 ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ 14 മത്സരാർത്ഥികളുടെ ഫോട്ടോയും ഉണ്ടാകും. 14 ഫോട്ടോയ്ക്ക് ഒരു ചാർജിംഗ് പോർട്ടിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ആരുടെ ഫോട്ടോയാണോ ചാർജിംഗ് പോർട്ടിൽ സ്ഥാപിക്കാൻ പറ്റാത്തത് അവരായിരിക്കും ഈ ടാസ്കിൽ നിന്ന് പുറത്താവുക. അങ്ങനെ ജാസ്മിനും ഗബ്രിയും ഒറ്റക്കെട്ടായി പ്ലാൻ എല്ലാം ചെയ്തുകൊണ്ട് കളിക്കുന്നുണ്ട്. ബസർ അടിച്ചാൽ നീ വേഗം പോയി എന്റെ ഫോട്ടോ ചാർജിംഗ് പോർട്ടിൽ വെക്കണം, ഞാൻ അതുപോലെ തന്നെ നിന്റെ ഫോട്ടോയും സേഫ് ആയിട്ട് അവിടെ എത്തിക്കാമെന്നല്ല ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെ അടുത്തടി പറയാണ്. ഒടുവിൽ അല്പസമയം മുന്നേ ബിഗ് ബോസ് ബസർ എല്ലാം അടിക്കുകയും ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടെങ്കിലും ഗബ്രിക്ക് ജാസ്മിന്റെ ഫോട്ടോ കിട്ടിയില്ല. എന്നാൽ ജാസ്മിന്റെ ഫോട്ടോ ശരണ്യയുടെ കയ്യിൽ കണ്ട ഗബ്രി അത് തട്ടിപ്പറിക്കാൻ നോക്കുന്നതിനിടയിൽ ശരണ്യയുടെ മൂക്കിൽ മേലെല്ലാം ഒരു ഇടിയെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്സരയെല്ലാം ഐസ് ക്യൂബ് എല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ശരണ്യ ചേച്ചി എങ്ങനെയുണ്ട്. അപ്പൊ യമുന പറയുന്നുണ്ട് അവൻ വല്ലാത്തൊരു പണിയാണ് ചെയ്തത്, മൂക്കൊക്കെ ഇടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് മൂക്ക് ഇടിച്ചു പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ, നിങ്ങൾ വെറുതെ ഏഷ്യനെ കൂട്ടാൻ നിൽക്കണ്ട, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ ഗബ്രിക്ക് വേണ്ടി പൊരിഞ്ഞടിയെല്ലാം നടത്തുന്നു. ഒടുവിൽ ഗബ്രി അങ്ങോട്ട് വരികയും നിങ്ങൾ കണ്ടോ ഞാൻ മൂക്കെല്ലാം ഇടിച്ചു പൊട്ടിക്കുന്നത്, വേണ്ടാത്ത വർത്തമാനമൊന്നും നിങ്ങൾ പറയരുത്, എന്റെ കൈ ജസ്റ്റ് തട്ടിപ്പോയതാണ്, പ്രായമോർത്ത് ഞാൻ കുറച്ച് റെസ്പെക്ട് എല്ലാം തരുന്നെന്ന് വെച്ച് നിങ്ങൾക്ക് എന്തും പറയാനായിട്ടുള്ള ലൈസൻസ് ഒന്നും ഞാൻ തന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി എല്ലാം അവിടെ കത്തിക്കയറുമ്പോൾ ജാസ്മിനും മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഗബ്രിയെ പിടിച്ചു മാറ്റാണ്. എന്തായാലും ലൈവിലെല്ലാം ഇപ്പോൾ പൊരിഞ്ഞാടിയാണ് നടക്കുന്നത്. ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.